Hey there. Subscribe to my channel and also press the bell icon. നമ്മൾ ഇന്നത്തെ യാത്ര നമ്മൾ പളനിക്കാണ്. ഇന്ന് എൻ്റെ സഹോദരിമാരുടെ പുത്രിയും കുട്ടികളുമായിട്ടുള്ള യാത്രയാണ്. പളനി പോകുന്ന വഴി നമ്മൾ മുതലമട റെയിൽവേ സ്റ്റേഷൻ, കൊല്ലങ്കോട് ഗ്രാമം ഇവിടെയൊക്കെ സഞ്ചരിക്കും. അതിനുശേഷം ഇന്ന് പളനി, നാളെ നമ്മൾ പളനിയിൽ നിന്ന് റിട്ടേൺ പറമ്പിക്കുളം വഴി തിരിച്ച് വരിക എന്നുള്ളതാണ്. പറമ്പിക്കുളം നമ്മുടെ ടൈഗർ റിസർവ് അതുവഴി തിരിച്ചു വരിക എന്നുള്ള ഉദ്ദേശം. എന്തായാലും 2 ദിവസത്തെ അവധി, 2 ദിവസത്തെ അവധിക്ക് അങ്ങനെ യാത്രയാണ്. പോയിട്ട് വരാം. അപ്പോൾ ഓക്കെ, യാത്ര ചെയ്യാം. അങ്ങനെ ഞങ്ങളുടെ പുതിയ റിനോ ഡ്രൈവറിൽ ഞങ്ങൾ 6 പേര് പളനിക്ക് യാത്രയാണ്. അപ്പോൾ ഏകദേശം വൺ സൈഡ് 300 കിലോമീറ്ററോളം ഉണ്ട് പളനി. പണ്ട് 600 കിലോമീറ്റർ. പിന്നെ പറമ്പിക്കുളം പളനി നിന്ന് ഏകദേശം ഒരു 2-2.5 മണിക്കൂർ തോട്ടുണ്ട്, 100 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മൾ പെട്രോൾ അടിക്കുകയാണെങ്കിൽ 1 ലിറ്റർ പെട്രോളിന് ഏകദേശം 106 രൂപയുണ്ട്. തമിഴ്നാട്ടിലാകുമ്പോൾ ഏകദേശം 101 രൂപയുള്ളൂ. അപ്പോൾ ഒരു 4-4.5 രൂപയുടെ വ്യത്യാസം നമുക്ക് കേരളം തമിഴ്നാടായിട്ടുള്ള പെട്രോളിൻ്റെ വ്യത്യാസമുണ്ട് പെർ ലിറ്ററിൽ. ആ കാണുന്നതാണ് നമ്മുടെ കുതിരാൻമല. പണ്ട് വാഹനങ്ങളൊക്കെ ഈ മല ചുറ്റി കറങ്ങിയാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരുപാട് വാഹനങ്ങളൊക്കെ ആക്സിഡൻ്റ് ആകുകയും ചെയ്യുമായിരുന്നു. ഇത് തുരങ്കം. കുതിരാൻമലയിൽ തുരങ്കപാത വന്നതോടുകൂടി നമുക്ക് നിഷ്പ്രയാസം ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ മലയുടെ അപ്പുറത്തെ സൈഡിൽ എത്തിച്ചേരും. ഇത് വടക്കാഞ്ചേരിക്കും തൃശ്ശൂരിനും ഇടയിലാണ് ഈ തുരങ്കപാത നിർമ്മിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. പഴനിമല, ഇത് നമ്മുടെ സ്റ്റാൻഡിൻ്റെ അവിടെ നിന്നുള്ള കാഴ്ചയാണ്. വളരെ ദൂരത്തു നിന്ന് തന്നെ പഴനിമല കാണുന്നത് വളരെ ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇത് പഴനിമലയുടെ മുകളിൽ റോപ്പ് കാർ അതിൽ പോകുന്നതാണ്. ആൾക്കാർ മുകളിലേക്കും താഴേക്കും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതെടുത്തേക്കുന്നത് നമ്മളുടെ പഴനിമലയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഇടുമ്പൻ മല എന്ന് പറയാം. മുരുകൻ്റെ കാവൽ ദൈവമായിരുന്നു ഇടുമ്പൻ. ആ ഇടുമ്പൻ മലയിൽ നിന്നാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത്. നമ്മുടെ പഴനിമല വളരെ വ്യക്തമായിട്ടും അതിൻ്റെ ചുറ്റുപാടും എല്ലാം മനോഹരമായിട്ട് കാണാൻ പറ്റും. കേട്ടോ, മറ്റേ റോപ്പ് വേ പോകുന്നതും ഒക്കെ കാണാം. ഇതിൻ്റെ പഴനിയുടെ ടൗണിൻ്റെ എല്ലാം മനോഹരമായിട്ട് കാണാം. അവിടെ പഴനിമലയുടെ മുകളിൽ നിന്ന് കാണുന്നത് അത് ബസ് സ്റ്റാൻഡാണ് കാണുന്നത്. അവിടുത്തെ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് ബസ്സുകളും ട്രാവൽ എല്ലാം വന്ന് കിടക്കുന്ന ഒരു ഏരിയയാണത്. പിന്നീടുള്ളത് ഇത് അവിടുത്തെ ഗിരിവീതിയാണ്. മുമ്പ് ഗിരിവീതിയിൽ കൂടി ഓട്ടോറിക്ഷകളും കുതിരയും ബൈക്കും ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പോൾ ഗിരിവീതിയിലേക്ക് ഒരു വാഹനങ്ങളും പ്രവേശിപ്പിക്കാറില്ല. അതെല്ലാം അവിടെ പോസ്റ്റിട്ട് ഒരു വാഹനം കയറാതിരിക്കേണ്ട ബ്ലോക്ക് ചെയ്തിരിക്കും. അപ്പോൾ ഗിരിവീതിയിൽ കൂടി ഇപ്പോൾ നമുക്ക് നടന്നു പോകാം. ഇപ്പോൾ നടക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാനായിട്ട് കുറച്ചുകൂടി ആ ഗിരിവീതി മൊത്തം കറങ്ങി ചുറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പഴനി ദേവസ്വത്തിൻ്റെ തന്നെ ബാറ്ററി കാറുകൾ അവിടെ ഉണ്ട്. ഈ ബാറ്ററി ഓടുന്ന ബസ്സുകളാണ്. ഇത് നമുക്ക് ഫ്രീ സൗജന്യമാണ്. ഇതിൽ നമുക്ക് ഇതിൻ്റെ ഗിരിവീതിയുടെ ചുറ്റിനും നമുക്ക് സഞ്ചരിക്കാം. എവിടെ വേണമെങ്കിലും ഇറക്കുകയോ കയറ്റുകയോ എന്ത് വേണമെങ്കിലും ചെയ്യും. ആ കാണുന്നത് മറ്റേ ട്രെയിൻ സർവീസിൻ്റെ ഇതാണത്. അവിടെ ആൾക്കാർ ഇപ്പോൾ കയറാനായിട്ട് ക്യൂ നിൽക്കുന്നതൊക്കെയാണ്. അത് വിഞ്ച് ട്രെയിൻ പറയും. ബാറ്ററി കാർ ബസ്സുകൾ പോകുന്നത് കാണാം. അത് നിരവധി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അത് വളരെ ഉപകാരമാണ്. നമുക്ക് ഇവിടെ നടന്ന് ക്ഷീണിക്കട്ടെ. ഇത് തുടർച്ചയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുകൊണ്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഈ വാഹനത്തിൽ സഞ്ചരിക്കാം. ഇതാണ് ട്രെയിൻ സർവീസ്. അവിടെ വിഞ്ച് ട്രെയിൻ എന്നാണ് പറയുന്നത്. വലിയ റോപ്പ്, ഇരുമ്പിൻ്റെ റോപ്പോട്ട് വലിച്ച് മേലോട്ട് കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നതാണ്. ഏകദേശം ഒരു 30ഓളം ആൾക്കാർക്ക് ആ ഒരു ട്രെയിനിൻ്റെ യാത്ര ചെയ്യാം. അങ്ങനെ ഏകദേശം ഒരു 4 ട്രെയിനോളം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോകുന്നു.